നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നഴ്സിംഗ് ഓഫീസേഴ്സ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറേ മിസലേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ലീഡ്സ് ടു ദ റെസ്പിറേറ്ററി അസിഡോസിസ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റെസ്പിറേറ്ററി അസിഡോസിസിലേക്ക് ഇതിൽ നിന്ന് നയിക്കുന്നത് ഏത് കണ്ടീഷനാണെന്നുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് എംഫൈസിമയാണ്. എംഫൈസിമ സിറ്റുവേഷനിലാണ് ഹൈപ്പോ വെന്റിലേഷൻ കൂടിയതിന് ശേഷം റെസ്പിറേറ്ററി അസിഡോസിസിലേക്കാണ് ഇവിടെ പോകുന്നത്. ഓർത്തോള, റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എംഫൈസിമ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ലീഡ്സ് ടു റെസ്പിറേറ്ററി ആൽക്കലോസിസ്? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അസിഡോസിസ് ആയിരുന്നു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽക്കലോസിസ് ആണ്. അപ്പോൾ റെസ്പിറേറ്ററി ആൽക്കലോസിലേക്ക് ലീഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡിൻ്റെ pH കൂടുന്ന അവസ്ഥയാണ്. ദാറ്റ് ഈസ് ബ്ലഡിൻ്റെ നോർമൽ pH വരുന്നത് ഏകദേശം 7.35 to 7.45 mm of Hg ആണ്. ഈ 7.45 mm of Hgക്ക് മേലേക്ക് പോകുമ്പോഴാണ് ഇറ്റ് വിൽ ലീഡ് ടു ദി ആൽക്കലോസിസ് കണ്ടീഷൻ. അത് ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവിൻ്റെ വ്യത്യാസം വരുന്നതനുസരിച്ച് ആയിരിക്കും റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആവുന്നത്. റെസ്പിറേറ്ററി ആൽക്കലോസിസ് മെയിൻലി നമ്മൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഫീവർ കണ്ടീഷനിലാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് വരുന്നത്. ഇനി മൂവിങ് ടു ദി അതർ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വരുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ടേംഡ് ആസ് ദ റെസ്പിറേറ്ററി ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ? നമ്മൾക്ക് റെസ്പിറേറ്ററി ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മോഡാണ് എന്നുള്ളതാണ്. അതിൽ വരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിസോൾവ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. ഇറ്റ് ഇസ് മെയിൻലി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 to 45 mm of Hg ആണ് നമ്മൾക്ക് നമ്മുടെ ബ്ലഡിൽ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്. അതനുസരിച്ചിട്ടാണ് റെസ്പിറേറ്ററി ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ABG shows the pH 7.45 and the PCO2 32 mm of Hg. Bicarbonate level is 22 MEq per liter. Which of the following condition is expected? ഇത്രയും നമ്മൾക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം ബ്ലഡിൻ്റെ pH വാല്യൂ വരുന്നത് 7.35 to 7.45 ആണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നോർമൽ ലെവൽ വരുന്നത് 35 to 45 mm of Hg ആണ്. അതുപോലെ തന്നെയാണ് ബൈകാർബണേറ്റിൻ്റെ ലെവൽ വരുന്നത് 22 to 28 MEq per ലിറ്റർ ആണ്. അപ്പം ആ ഒരു ബേസിക് വാല്യൂസ് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ അസിഡോസിസ് ഏതാണ് ആൽക്കലോസിസ് ഏതാണെന്ന് തീരുമാനിക്കാൻ പോകുന്നത്. ഇതിൽ നോക്കുമ്പോൾ pH ഓക്കെ ആണ്, 7.45 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റീച്ചിങ് സം എക്സ്റ്റെൻറ്റ് ടു ദി ആൽക്കലോസിസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് എടുക്കാം ആൽക്കലോസിസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ബട്ട് ഇറ്റ് ഈസ് അൺകോമ്പൻസേറ്റഡ്, ഇറ്റ് ഈസ് നോട്ട് കോമ്പൻസേറ്റഡ്. കറക്റ്റായിട്ട് ആൽക്കലോസിസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത് അൺകോമ്പൻസേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ആൽക്കലോസിസ് എടുക്കാം, അൺകോമ്പൻസേറ്റഡ് എടുക്കാം. ഇവിടെ നോക്കാം ആൽക്കലോസും ഉണ്ട്, അൺകോമ്പൻസേറ്റഡ് ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് മെറ്റബോളിക് ആണോ റെസ്പിറേറ്ററിയുമായിട്ട് റിലേറ്റഡ് ആണോ എന്നുള്ളത്. ഇതിൽ നമുക്ക് ബൈകാർബണേറ്റിൻ്റെ ലെവൽ നോർമലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് മെറ്റബോളിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവലാണ് 35 to 45 വരേണ്ട അടുത്ത് ഇവിടെ ആകെ 32 വന്നിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു റെസ്പിറേറ്ററി ആൽക്കലോസിസ്. ഇറ്റ് ഈസ് അൺകോമ്പൻസേറ്റഡ്. അപ്പോൾ ഈ തേർഡ് പാർട്ടാണ് നമ്മൾക്കതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ ഹൈപ്പർകാപ്നിയ ദ PCO2 ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ്. ഹൈപ്പർകാപ്നിയ മീൻസ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ബ്ലഡിൽ കൂടുന്ന അവസ്ഥ. ഓൾറെഡി നമ്മൾക്ക് നോർമൽ വാല്യൂ അറിയാം, 35 to 45 mm of Hg ആണ്. സോ ദർ ഇസ് നോ ഡൗട്ട് 45 mm of Hgക്ക് മേലെ പോകുന്ന ഏത് കണ്ടീഷനിലായിരിക്കും ഹൈപ്പർകാപ്നിയ ആയിരിക്കും വരുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, 45 mm of Hg. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. കുസ്മാൾസ് റെസ്പിറേഷൻ ഈസ് എ സൈൻ ഓഫ്. കുസ്മാൾസ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി ഡയബറ്റിസ് മെലൈറ്റസിലാണ് കേൾക്കാറുള്ളത്. കുസ്മാൾസ് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ
അത് ഒരു ആൽക്കലോസിസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അത് തന്നെ ഇതിൽ നോക്കിയാൽ മതി. നമുക്ക് ഇതിൽ നോക്കുമ്പോഴത്തേക്ക് കുസ്മാൾസ് റെസ്പിറേഷൻ വരുമ്പോഴത്തേക്ക് മെറ്റബോളിക് ഡയബറ്റിസ് മെലൈറ്റസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ. ഇറ്റ് സംതിങ് റിലേറ്റഡ് ടു മെറ്റബോളിക് ഡിസീസ് ആണ്. ഇതിൽ റെസ്പിറേഷൻ വരുന്നത് ഗാർലിക് ബ്രത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഗാർലിക്കിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? ആസിഡ് ആണ്. സോ ദ ആൻസർ വിൽ ഗോസ് ടു ദിസ് വൺ, മെറ്റബോളിക് അസിഡോസിസ്. അതാണ് ഫസ്റ്റ് ആൻസർ ആണ്. കുസ്മാൾസ് റെസ്പിറേഷൻ ഈസ് എ സൈൻ ഓഫ് മെറ്റബോളിക് അസിഡോസിസ്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടിനിറ്റസ് ഈസ് എ സൈൻ ഓഫ്. ടിനിറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു അസുഖമാണ്. നമുക്ക് എപ്പോഴും റിങ്ങിങ് സൗണ്ട് ആയിരിക്കും കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ടിനിറ്റസ് നമുക്ക് ഏത് മെറ്റബോളിക് ഡിസോർഡർ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസുമായിട്ട് വരുന്നതെന്നുള്ളതെന്ന് വെച്ചാൽ ടിനിറ്റസ് ഈസ് എ സൈൻ ഓഫ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ pH വളരെ കൂടുന്നൊരവസ്ഥയാണ് ആൽക്കലോസിസിൻ്റെ സമയത്ത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. സോ റെസ്പിറേറ്ററി ആൽക്കലോസിസിലാണ് നമ്മൾക്ക് എന്ത് കേൾക്കാനായിട്ട് പറ്റുന്നത്? ടിനിറ്റസ് സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The maximum time period in which a solution can be infused. എത്ര നേരമാണ് നമ്മൾക്ക് ഒരു സൊല്യൂഷൻ, നമ്മൾ പലതരത്തിലുള്ള ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് ഉണ്ട്, ഐസോട്ടോണിക് സൊല്യൂഷൻസ് ഉണ്ട്, ഹൈപ്പർട്ടോണിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 500 ml 1 pint ആണ് വരുന്നത്. ആ സൊല്യൂഷൻ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ എടുക്കുന്ന മാക്സിമം ടൈം എത്രയാണെന്നുള്ളതാണ്. അതിൽ നമ്മൾക്ക് ഓപ്ഷൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours ആണ് മാക്സിമം. നമ്മൾക്ക് ഒരു പിൻറ്റ് ഓഫ് മെഡിസിൻ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്ത് തീർക്കാനായിട്ടുള്ള ടൈം. ദാറ്റ് ഇസ് 24 hours ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദി മാക്സിമം ടൈം പീരീഡ് ഇൻ വിച്ച് എ സൊല്യൂഷൻ ക്യാൻ ബി ഇൻഫ്യൂസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The bicarbonate level is excess, that is 28 MEq per liter in. ഏതിലായിരിക്കാം ബൈകാർബണേറ്റ് ലെവൽ കൂടുതലായിട്ട് വരുന്നത്? ബൈകാർബണേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ബൈകാർബണേറ്റ് ഇറ്റ് സംതിങ് റിലേറ്റഡ് ടു മെറ്റബോളിക് അസിഡോ. മെറ്റബോളിക് ആയിട്ടുള്ള അസിഡോസിസിലും ആൽക്കലോസിസിലുമാണ് നമ്മൾക്ക് എന്ത് വരുന്നത്? ബൈകാർബണേറ്റിൻ്റെ ലെവൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ ബൈകാർബണേറ്റ് കൂടുതലായിട്ട് വരുന്ന 28 MEq per ലിറ്ററിൽ മേലെ പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിക് ആയിട്ടുള്ള ആൽക്കലോസിസിലാണ് ബൈകാർബണേറ്റ് ലെവൽ മെയിനായിട്ടും കൂടുന്നത്. Next, the acid-base imbalance that develops in a acute renal failure. Acute renal failure വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് എങ്ങനെയാണ് ആസിഡ് ബേസ് ഇംബാലൻസ് സംഭവിക്കുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. അക്യൂട്ട് റീനൽ ഫെയിലിയറിൽ മെയിനായിട്ടും നമ്മൾക്ക് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിക് അസിഡോസിസ് ആണ്. മെറ്റബോളിക് അസിഡോസിസ് വരുമ്പോഴത്തേക്ക് അതിൽ ബ്ലഡിൻ്റെ pH വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബൈകാർബണേറ്റിൻ്റെ ലെവൽ കൂടുന്ന ഒരവസ്ഥയായിരിക്കും വരുന്നത്. അതാണ് മെറ്റബോളിക് അസിഡോസിസിലാണ് നമുക്ക് ആസിഡ് ബേസ് ഇംബാലൻസ് മെയിനായിട്ട് അക്യൂട്ട് റീനൽ ഫെയിലിയറിൽ വരുന്ന ആസിഡ് ബേസ് ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിക് അസിഡോസിസ് ആണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈപ്പോവെന്റിലേഷൻ ലീഡ്സ് ടു. ഹൈപ്പോവെന്റിലേഷൻ നമുക്ക് ടേം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈപ്പോവെന്റിലേഷൻ ലീഡ്സ് ടു എന്തിലേക്കാണ്? ഹൈപ്പോവെന്റിലേഷൻ. വെന്റിലേഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം സംതിങ് റിലേറ്റഡ് ടു റെസ്പിറേഷൻ ആണ്. അപ്പോൾ ഹൈപ്പോവെന്റിലേഷൻ ആകുമ്പോഴത്തേക്ക് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. അത് ഹൈപ്പോവെന്റിലേഷൻ ലീഡ്സ് ടു റെസ്പിറേറ്ററി അസിഡോസിസിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഹൈപ്പോവെന്റിലേഷൻ്റെ ടൈമിൽ നമ്മൾക്ക് വരുന്നത്. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, റെസ്പിറേറ്ററി അസിഡോസിസ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the PaO2 in arterial blood? നോർമലി നമ്മളുടെ ഓക്സിജനിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ്റെ അളവ് എത്രയാണെന്നുള്ളതാണ്. ദാറ്റ് ഇസ് ഏറ്റവും വലിയ വാല്യൂ, നമ്മുടെ ഓപ്ഷനിലുള്ള ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? 85 to 100 mm of Hg ആണ്. നമ്മൾ നോർമലി സാച്ചുറേഷൻ നോക്കാറുള്ളത് 92 to 100 mm of Hg നോർമലായിട്ട് കണക്കാറുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളെ ബ്ലഡിൽ ഡിസോൾവ് ആയിരിക്കുന്ന ഓക്സിജൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 to 100 mm of Hg ആണ്. സോ ദ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ, 80 to 100 mm of Hg. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം നമുക്ക്.
അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ PaCO2 ഇൻ മിക്സഡ് വീനസ് ബ്ലഡ്? നമ്മൾ നോർമലി നമ്മളെ ബ്ലഡിലുള്ള PaCO2 മിക്സഡ് ഇൻ വീനസ് ബ്ലഡ് ആണ്. ഇത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നോർമൽ ബ്ലഡ് അല്ല ചോദിച്ചിരിക്കുന്നത്, വീനസ് ബ്ലഡിൽ ഡിസോൾവ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് എത്രയാണെന്നുള്ളതാണ്. സോ ദ വാല്യൂ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ദാറ്റ് ഇസ് 41 to 51 mm of Hg ആണ് നമ്മളുടെ വീനസ് ബ്ലഡിൽ ഡിസോൾവ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡിന്റെ അളവ്. So the option is 41 to 51 mm of Hg. And moving on to the next one, pH of blood is, നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത് ബ്ലഡിൻ്റെ pH വാല്യൂ സംസാരിച്ചുകൊണ്ടാണ്. pH of the blood is 7.35 to 7.45. ഈ 7.35 to 7.45 ഓർത്ത് വെക്കാമെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ് കാർബൺ ഡയോക്സൈഡിൻ്റെയും ബ്ലഡിലെ അളവ്. ദാറ്റ് ഈസ് 35 to 45 mm of Hg. ആ രണ്ട് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആസിഡ് ബേസ് ഇംബാലൻസ് പഠിക്കാനായിട്ട് ഈസി ആയിട്ട് വരുന്നതായിരിക്കും. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Each unit of blood transfusion can increase the HB level of. നമ്മൾ ഓരോ യൂണിറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്ത് എങ്ങനെയാണ് ബ്ലഡിൽ ഇൻക്രീസ് വരുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ വരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 gram per deciliter ആണ് ഓരോ യൂണിറ്റ് ഓഫ് ബ്ലഡ് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുമ്പോഴും HB ലെവൽ കൂടി വരുന്നത്. ദാറ്റ് ഈസ് ദ 1 gram of deciliter എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഈച്ച് യൂണിറ്റ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ക്യാൻ ഇൻക്രീസ് ദ HB ലെവൽ ഓഫ് 1 gram per deciliter. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. Which of the following solution is used to prime the transfusion set before administration? നമ്മൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ ആ ഡ്രിപ്പ് സെറ്റ് അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് തരത്തിലുള്ള സൊല്യൂഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. That is, the answer is NS, normal saline. Normal saline ആണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ സെറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. In order to evaluate the improvement in HB level after transfusion, send the sample after. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം HB ലെവൽ ഇംപ്രൂവ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂറിന് ശേഷം നമുക്ക് സാമ്പിൾസ് വിഡ്രോ ചെയ്യാം? ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ആഫ്റ്റർ 4 hours ആണ് നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൽ HB ലെവൽ ഇംപ്രൂവ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം. ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് ദ ഇംപ്രൂവ്മെൻറ്റ് ഇൻ HB ലെവൽ ആഫ്റ്റർ ട്രാൻസ്ഫ്യൂഷൻ, send the sample after 4 hours. അപ്പോൾ ആഫ്റ്റർ 4 hours നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് HB ലെവൽ ഇംപ്രൂവ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following electrolyte imbalance is seen in massive blood transfusion? ഏത് തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ് മാസീവായിട്ട് ഒരു പേഷ്യൻറ്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾക്കതിൽ കാണാൻ സാധിക്കുന്നതാണ്? ദ ആൻസർ ഈസ് ഹൈപ്പോകാൽസീമിയ. ഹൈപ്പോകാൽസീമിയ ആണ്, ഓർത്ത് വെക്കുക. ഹൈപ്പർ കാൽസീമിയ അല്ല, ഹൈപ്പോകാൽസീമിയ ആണ്. വൈ മീൻസ് ഇതിൽ കാൽസ്യം കൂടുതലും കൊയാഗുലേഷൻ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്ത്. ആ രീതിയിൽ വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? അതിൽ നമ്മുടെ ബ്ലഡിൽ നോർമലി ഡിസോൾവ് ആയിട്ടുള്ള കാൽസ്യം അത് കൊയാഗുലേഷൻ പ്രോപ്പർട്ടീസിലേക്ക് ഏർപ്പെടും. അതുകൊണ്ടാണ് ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ ലെവൽ ലോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് മാസീവായിട്ടുള്ള ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരുന്നത് ഹൈപ്പോ കാൽസീമിയാണ്. കാൽസ്യത്തിൻ്റെ ലെവൽ ലോവർ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. Citrate phosphate dextrose adenine in blood bag can store RBC up to. എത്ര നാളത്തേക്കാണ് CPDA, സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് അഡിനൈൻ എന്ന് പറയുന്ന അടങ്ങിയിട്ടുള്ള ആ ഒരു പദാർത്ഥം അടങ്ങിയിട്ടുള്ള ബ്ലഡ് നമുക്ക് ബ്ലഡ് ബാങ്കിൽ എത്ര നാളത്തേക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് വരുന്നത്.
അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 35 ഡേയ്സ് വരെയാണ് നമുക്ക് ഈ CPDA അടങ്ങിയിട്ടുള്ള RBCs സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ദ ആൻസർ ഇസ് 35 ഡേയ്സ്. നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. The client blood is suctioned from a closed blood cavity is termed as. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ക്യാവിറ്റിയിൽ നിന്ന് ഒരു ബോഡി പാർട്ട് ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ബോഡി പാർട്ടിൽ നിന്ന് ക്ലോസ്ഡ് ആയിട്ടൊരു ബ്ലഡ് ക്യാവിറ്റിയിൽ നമ്മൾ ബ്ലഡ് സക്ഷൻ ചെയ്യുന്ന പ്രൊസീജിയറിന് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ബ്ലഡ് സാൽവേജ്. ബ്ലഡ് സാൽവേജ് എന്നുള്ള പ്രൊസീജിയറാണ് നമ്മൾ എക്സസ് ആയിട്ടുള്ള ബ്ലഡ് ഒരു ബോഡി ക്യാവിറ്റിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പുൾ ഔട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ, ദാറ്റ് ഈസ് ബ്ലഡ് സാൽവേജ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. വിച്ച് വൺ ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പോപ്രോട്ടീനീമിയ? പ്രോട്ടീൻ്റെ അളവ് ബ്ലഡിൽ കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പോപ്രോട്ടീനീമിയ. ഈ ഹൈപ്പോപ്രോട്ടീനീമിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് തരം ട്രീറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ മെയിൻലി യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആൽബുമിൻ തെറാപ്പിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഹൈപ്പോപ്രോട്ടീനീമിയ, പ്രോട്ടീൻ്റെ അളവ് കുറവാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ആൽബുമിൻ തെറാപ്പിയാണ് ഹൈപ്പോപ്രോട്ടീനീമിയയ്ക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡ്യൂറേഷൻ ഓഫ് ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഷുഡ് നോട്ട് എക്സീഡ് മോർ ദാൻ. നമ്മൾ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയം എത്ര മണിക്കൂറിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കി വെക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഏകദേശം 8 hours മേലെയായിട്ട് നമ്മൾക്കത് ഏകദേശം 4 hours മേലെയായിട്ട് നമ്മൾക്കത് കൂട്ടാനായിട്ട് പാടില്ല. വിത്തിൻ 4 hours ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾക്ക് നിർത്തിയിരിക്കണം. Within 4 hours the duration of the blood transfusion should not exceed more than 4 hours. maximum 4 hours ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. If any transfusion reaction occurs, what is the initial nursing action? Throughout the time ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിയാക്ഷൻ പേഷ്യൻ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇനിഷ്യലായിട്ട് ചെയ്യേണ്ട നഴ്സിംഗ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ദ ഇൻഫ്യൂഷൻ ഇമീഡിയറ്റ്ലി. ഏത് തരത്തിലുള്ള ഇൻഫ്യൂഷൻ ആണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഇൻഫ്യൂഷൻ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് ചെയ്യാനായിട്ട് വരുന്നൊരു കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇഫ് ദ ബ്ലഡ് ബാഗ് കണ്ടെയ്ൻസ് ബബിൾസ് ഇൻ ഇറ്റ്. ബ്ലഡ് ബാഗിൽ നമ്മൾ ബബിൾസ് കാണപ്പെടുകയാണെങ്കിൽ അത് എന്തിൻ്റെ ഇൻഡിക്കേഷൻ ആവാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മെയിൻലി ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി ബാക്ടീരിയൽ ഗ്രോത്തിനെ ആയിരിക്കാം അത് കാണിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദ ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻ ദ ബ്ലഡ് ബാഗ്. If the blood bag contains bubbles, it indicate the bacterial growth in it. Moving on to the next one. When fever begins in non-hemolytic reaction. ഏത് ഘട്ടത്തിലാണ് ഒരു പേഷ്യൻറ്റിന് നോൺ ഹീമോലൈറ്റിക് റിയാക്ഷൻ വഴിയായിട്ടുള്ള ഫീവർ വരുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏത് ടൈമിലാണ് വരുന്നത്? 2 hours after transfusion is begun. എപ്പോഴാണ് ട്രാൻസ്ഫ്യൂഷൻ ബിഗൻ ചെയ്തത് അതിനുശേഷമുള്ള 2 മണിക്കൂറിനുള്ളിലായിരിക്കും പേഷ്യൻറ്റിൽ നോൺ ഹീമോലൈറ്റിക് ആയിട്ടുള്ള ഫീവർ പോലുള്ള റിയാക്ഷൻസ് വരുന്നത്. സോ ദ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ. 2 hours after transfusion is begun. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് 2 hours ഒരു പേഷ്യൻറ്റിന് നോൺ ഹീമോലൈറ്റിക് ആയിട്ടുള്ള റിയാക്ഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻ ഒക്കർ ഇൻ വിച്ച് ടൈം? ഏത് ടൈമിലാണ് പേഷ്യൻറ്റിന് അക്യൂട്ടായിട്ടുള്ള ഹീമോലൈറ്റിക് റിയാക്ഷൻസ് വരുന്നത്? അക്യൂട്ടായിട്ടുള്ള ഹീമോലൈറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ആദ്യത്തെ 10 ml ഓഫ് ബ്ലഡ് ഇൻഫ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മൾക്ക് ആ ഒരു അക്യൂട്ടായിട്ടുള്ള ഹീമോലൈറ്റിക് റിയാക്ഷൻസ് വരുന്നത്. അപ്പോൾ അതിൽ നോക്കാം. ഓപ്ഷൻ 1 ആണ് ആഫ്റ്റർ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് 10 ml ഓഫ് ദി ബ്ലഡ്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് അതിൽ കറക്റ്റായിട്ട് വരുന്ന കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് മെഡിസിൻ ഈസ് യൂസ്ഡ് ഫോർ അയൺ കീലേഷൻ തെറാപ്പി? അയൺ കീലേഷൻ തെറാപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്നുള്ളതാണ്.
ഇതിൽ നമ്മൾക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫോളിക് ആസിഡ് ഉണ്ട്, എസ്പോജൻ ഉണ്ട്, ഇന്റർലൂക്കിൻ ഉണ്ട്, ഡിഫെറോക്സമൈൻ ഉണ്ട്. ഇതിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം, അയണിന്റെ സയന്റിഫിക് നെയിം അല്ല കെമിക്കൽ നെയിം വരുന്നത് ഫെറസ് എന്നുള്ളത്. ആ ഒരു ടേം നമ്മൾ ഇതിൽ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഡിഫെറോക്സമൈൻ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ സംതിങ് ഒരു ടിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫോർ അയൺ കീലേഷൻ തെറാപ്പിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെറോക്സമൈൻ ആണ്. സോ ദ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പോജൻ ഈസ് യൂസ്ഡ് ടു, എസ്പോജൻ എന്ന് പറയുന്ന ഡ്രഗ് എന്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് വരുന്നത് ടു ട്രീറ്റ് അനീമിയ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് പ്രിവെൻറ്റ് ദ ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ ട്രീറ്റ് ഷോക്ക് എന്നുള്ളതാണ്. ഇത് എസ്പോജൻ നമ്മൾ മെയിൻലി ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ്പോജൻ പോലൊരു ഡ്രഗ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കി ഒന്നിലും നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ബ്ലഡ് ക്ലോട്ടിങ്ങിനോ ഷോക്കിനോ ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്തോ നമ്മൾ ഇങ്ങനെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യാറായിട്ട് ഇല്ല. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഡ്യൂറിങ് ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഇഫ് ദ ബ്ലഡ് ഈസ് ടു തിക്ക് ടു റൺ ഫ്രീലി, ഹൗ ടു മാനേജ് ഇറ്റ്? ഇപ്പോൾ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എല്ലാം പ്രിപ്പയർ ചെയ്തു, ബ്ലഡ് ഒരുപാട് തിക്കായിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത്? നമുക്കറിയാം, നമ്മൾ ഒരു IV കാനുലേഷൻ ചെയ്യുമ്പോൾ പോലും അത് നമ്മൾ ഒരു ബോളസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ NS യൂസ് ചെയ്തിട്ട് പുഷ് ചെയ്തിട്ടാണ് മാനേജ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് സെയിം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിലേക്ക് നമ്മൾ NS ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷനായിട്ട് വരുന്നത്. സോ ദ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് വൺ. ദാറ്റ് ഇസ് NS ഈസ് ആഡഡ് ടു ദ യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ എമൗണ്ട് ടേക്കൺ ഫ്രം എ ഡോണർ ഐഡിയലി? നമ്മൾ ഒരു ഡോണറിൽ നിന്ന് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന ബ്ലഡിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളതാണ്. നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് 350 ml, 1000 ml, 550 ml ആൻഡ് 650 ml ആണ്. ഒരു ഡോണറിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഏകദേശം 1000 ml, ദാറ്റ് മീൻസ് 1 ലിറ്റർ വരെ നമ്മൾക്ക് ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ സോ ദ ആൻസർ കമ്മിങ് ഈസ് 1000 ml. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. For blood transfusion, which of the following cannula can be selected? നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന IV കാനുല ഏതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട്? അതിൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് 22 gauge, 18 gauge, 20 gauge ആൻഡ് 24 gauge ആണ്. ബട്ട് നമ്മൾ ബ്ലഡ് എന്ന് പറയുമ്പോൾ തിക്കായിട്ടുള്ള ഒരു ദ്രാവകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഗോജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 gauge നീഡിലുള്ള കാനുലയാണ് ഇൻസേർഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഡ്രഗ് ഇസ് ലേബിൾഡ് ആസ് 40 MEQ per 20 ml, 30 MEQ to be administered. How many milliliters to be infused? നമ്മളുടെ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ ഫോർമുലയാണ് ഇവിടെ വരുന്നത്. ഡ്രഗ് ഡോസേജ് കാൽക്കുലേഷൻ്റെ D/H ഇൻറ്റു Q എന്നുള്ള ഫോർമുലയാണ് വരുന്നത്. ഇവിടെ നമ്മൾക്ക് ഡോസ് അവൈലബിൾ ആയിട്ടുള്ളത് 40 MEQ ആണ്. സോ ഡിയുടെ സ്ഥാനത്ത് നമ്മൾക്ക് എഴുതാം 40 എന്ന് എഴുതാം. അതിനുശേഷം നമ്മൾക്ക് എത്രയാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത്, വാട്ട് വി ഹാവ് ടു ബി അഡ്മിനിസ്റ്റേർഡ്, അതാണ് 30 ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈ ടു വിച്ച് ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് അവൈലബിൾ, ദാറ്റ് ഇസ് 20 ml ആണ് ഈ ഒരു ഡ്രഗ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ യു ക്യാൻ ഡ്രൂ ഹിയർ 20. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് 15 ml per ml ആണ് നമ്മൾക്ക് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇതിൽ നമ്മൾക്ക് വരുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ D/H ഇൻറ്റു Q എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ 15 ml എന്നുള്ള ആൻസർ കിട്ടുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Convert 104 degree, sorry it is a degree, 104 degree Fahrenheit into degree Celsius. നമുക്കിവിടെ ഫാരൻഹീറ്റിലാണ് നമ്മൾക്ക് ഫോർമുല തന്നിരിക്കുന്നത്. നമ്മൾ ഇതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുകയാണെന്നുള്ളതാണ് വേണ്ടത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്ക് F- ഫാരൻഹീറ്റിലാണ് വാല്യൂ തന്നിരിക്കുന്നത്. സോ F- 32 ഇൻറ്റു 5/9 എന്നുള്ള
ഫോർമുലയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് സെൽഷ്യസിലേക്ക് ഒരു ഡിഗ്രിയെ മാറ്റാനായിട്ട് പറ്റുന്നത്. സോ ഫാരൻഹീറ്റിൽ തന്നിരിക്കുന്നത് 104 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. സോ നമ്മൾ ആ ഒരു വാല്യൂ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 104 - 32 × 5/9. നമ്മൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100 ml of NS to be infused at a rate of 125 ml per hour. How many hours will it take to infuse 1 liter? ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ml ഓഫ് NS ആണ് നമ്മൾക്ക് 125 ml per hour. ഒരു മണിക്കൂറിൽ 125 ml മാത്രമേ നമ്മൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൽ 1 ലിറ്റർ നമ്മൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയാണ് വേണ്ടി വരുന്നതെന്നാണ്. ഇവിടെയും സെയിം ഫോർമുല തന്നെയാണ് വരുന്നത്. ഇതിൽ എത്രയാണ് നമ്മൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്? 1 ലിറ്റർ മീൻസ് ഇറ്റ് ഈസ് 1000 ml. ആ 1000 ml ബൈ എത്ര ലിറ്റേഴ്സ് ആണ് നമ്മൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ളത്? ദാറ്റ് ഈസ് 125 ഇൻറ്റു നമ്മൾക്ക് ഡ്രോപ്പ് ഫാക്ടർ വരുന്ന എത്രയാണ്? ആ ഡ്രോപ്പ് ഫാക്ടർ ആണ് നമ്മൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഡ്രോപ്പ് ഫാക്ടർ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 8 hours കൊണ്ടിട്ടാണ് നമ്മൾക്ക് ഈ ഒരു 1 ലിറ്റർ ഓഫ് NS നമ്മൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. 3000 ml fluid should be infused over 24 hours. 3000 ml fluid ആണ് നമ്മൾക്ക് 24 hours കൊണ്ടിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ളത്. What is the amount to be infused per hour? Take drop factor as 15. അതൊരു വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. കാരണം ഏകദേശം 3000 ml ഫ്ലൂയിഡ് ആണ് നമ്മൾക്ക് 24 hours കൊണ്ടിട്ടാണ് നമ്മൾക്ക് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾക്ക് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഫാക്ടർ എടുത്തിരിക്കുന്നത് 15 ആയിട്ടാണ്. ദാറ്റ് ഈസ് 3000 ml by 24 hours. നമ്മളത് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 125 ml ആണ് ഒരു അവറിൽ നമ്മൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പെക്റ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ ലോസ് ത്രൂ ലങ്സ്. നമ്മളുടെ ലങ്സിലൂടെ നമുക്ക് ഒമിറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ പെർസ്പിറേഷൻ നടന്നു പോകുന്ന ആ ഒരു വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളതാണ്. ഏകദേശം നമ്മൾക്ക് സ്കിന്നിലൂടെ ഏകദേശം 400 ml ആണ് നമുക്ക് പെർസ്പയർ ചെയ്തിട്ട് പോകുന്നത്. റീനൽ ഫംഗ്ഷനിലൂടെ ഏകദേശം 1500 ml പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിയർത്ത് പോകുന്നത് 100 ml ആണ് വിയർത്ത് പോകാറുള്ളത്. നമ്മൾക്ക് ചോദ്യം ഇതാണ്, ലങ്സിലൂടെ എത്രയാണ് പോകുന്നത്? ലങ്സിലൂടെ പോകുന്നത് ഏകദേശം 350 ml ആണ് വാട്ടർ ലോസ് ആണ് നമ്മുടെ ലങ്സിലൂടെ ഉണ്ടാവാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Which of the following causes cellular dehydration? Cellular dehydration ഇതിൽ ഏത് വഴിയായിട്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സെല്ലുലാർ ഡീഹൈഡ്രേഷൻ മീൻസ് മൈന്യൂട്ട് ആയിട്ട് നമ്മുടെ സെൽസിൽ ഉണ്ടാവുന്ന ഡീഹൈഡ്രേഷൻ ആണ്, സെൽസിൽ ഉണ്ടാവുന്ന വാട്ടർ ലോസ് ആണ്. മെയിൻലി സെല്ലുലാർ ഡീഹൈഡ്രേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടോണിക് ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ പോലുള്ള കണ്ടീഷൻസിലാണ് നമ്മൾക്ക് സെല്ലുലാർ ഡീഹൈഡ്രേഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഐസോടോണിക് സൊല്യൂഷൻ? ഐസോടോണിക് സൊല്യൂഷന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. 0.5% DNS തന്നിട്ടുണ്ട്, RL ഉണ്ട്, 10% ഡെക്സ്ട്രോസ് ഉണ്ട്, അതുപോലെ തന്നെ DNS ഉണ്ട്. ഈ ഡെക്സ്ട്രോസ് DNS പോലുള്ള ആ ഒരു ഇൻഫ്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ ഹൈപ്പർ ടോണിക് ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് 0.5% NS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോടോണിക് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. സോ ഇതിൽ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി RL ആണ്. ഇറ്റ് ഈസ് ആൻ ഐസോടോണിക് സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ്കുലാർ സൈഡ് എഫക്റ്റ് അസോസിയേറ്റഡ് വിത്ത് പൊട്ടാസ്യം ഇൻഫ്യൂഷൻ? പൊട്ടാസ്യം നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന വാസ്കുലാർ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്തെന്നാണെന്നുള്ള ക്വസ്റ്റ്യൻ. വാസ്കുലാർ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് പൊട്ടാസ്യം ഇൻഫ്യൂഷൻ വഴിയായിട്ട് വരുന്നത് ഫ്ലബൈറ്റിസ് ആണ്. ഫ്ലബൈറ്റിസ് ആണ് സംതിങ് ദ വാസ്കുലാർ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ദ പൊട്ടാസ്യം ഇൻഫ്യൂഷൻ, ഫ്ലബൈറ്റിസ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ്
ടു ബി ഡൺ ബിഫോർ കാൽസ്യം അഡ്മിനിസ്ട്രേഷൻ. നമ്മളൊരു പേഷ്യൻറ്റിന് കാൽസ്യം അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നോക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ എന്താണെന്നുള്ളതാണ്. ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഡൈല്യൂട്ട് വിത്ത് 100 ml സലൈൻ, 100 ml സലൈനുമായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക, മോണിറ്റർ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മോണിറ്റർ ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ വാം ദ ഇഞ്ചക്ഷൻ ടു ദ ബോഡി ടെമ്പറേച്ചർ, നമ്മളുടെ ബോഡി ടെമ്പറേച്ചറുമായിട്ട് ആ ഇഞ്ചക്ഷനെ വാമപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് ചെക്ക് BP ബിഫോർ അഡ്മിനിസ്ട്രേഷൻ. ഏകദേശം ഈ BP ബിഫോർ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സിനും ഏകദേശം ചെയ്യാറുള്ളത്. ഇതിൽ കാൽഷ്യം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാം ദ ഇഞ്ചക്ഷൻ ടു ദ ബോഡി ടെമ്പറേച്ചർ ആണ്. നമ്മളുടെ ബോഡി ടെമ്പറേച്ചറുമായിട്ട് ആ ഇൻഫ്യൂസ് ചെയ്യാൻ പോകുന്ന കാൽസ്യത്തിൻ്റെ ടെമ്പറേച്ചറിനെ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമ്മൾക്ക് നോക്കാം. ഹെൽത്തി പെരിഫറൽ കാനുല ഷുഡ് റീപ്ലേസ് അറ്റ് എവറി. നമ്മൾക്ക് ഒരു പെരിഫറൽ കാനുല ഇട്ടതിന് ശേഷം അത് എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ദാറ്റ് ഓപ്ഷൻസ് ആർ 6 days, 72 hours, 24 hours and 48 hours. The correct option is 72 hours. 72 hours കൊണ്ടിട്ടാണ് നമ്മൾക്ക് ഒരു പെരിഫറൽ കാനുല, ഹെൽത്തി ആയിട്ടുള്ള പെരിഫറൽ കാനുല ആണെങ്കിൽ ആഫ്റ്റർ 72 hours നമ്മൾക്കത് റിമൂവ് ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് വരുന്നത് ഇഫ് എയർ എംബോളിസം ആഫ്റ്റർ കാനുലേഷൻ ഓഫ് സെൻട്രൽ വെയിൻ വിച്ച് പൊസിഷൻ ഇസ് ഗിവൺ ടു ദ പേഷ്യൻറ്റ്. നമ്മൾക്ക് ഒരു എയർ എംബോളിസം ഉണ്ടാവുന്ന, കാനുലേഷൻ ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിന് എയർ എംബോളിസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പൊസിഷനിലേക്കായിരിക്കും പേഷ്യൻറ്റിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. The correct option is Trendelenburg position. Correct option is Trendelenburg position ആണ്. നമ്മൾ IV കാനുലേഷന് ശേഷം ഒരു പേഷ്യൻറ്റിന് എയർ എംബോളിസം ഉണ്ടാവുകയാണെങ്കിൽ we will change them to the Trendelenburg position. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് the drop factor of macro drip set. ഒരു മാക്രോ ഡ്രിപ്പ് സെറ്റിൻ്റെ ഡ്രോപ്പ് ഫാക്ടർ എത്രയാണെന്നാണ്. മാക്രോ ആകുമ്പോഴത്തേക്ക് വലിയ തുള്ളികൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. മാക്രോ ഡ്രിപ്പ് സെറ്റിലൂടെ പോകേണ്ട ഏകദേശം നമ്മൾക്ക് 15 drops per ml മാത്രമേ നമ്മൾക്ക് നമ്മൾക്കൊരു മാക്രോ ഡ്രിപ്പ് സെറ്റിലൂടെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. 15 drops per ml. നെക്സ്റ്റ് വരുന്നതും ഒരു സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാക്രോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്നത് മൈക്രോ ഡ്രിപ്പ് സെറ്റിൻ്റെതാണ്. ദ ഡ്രോപ്പ് ഫാക്ടർ ഓഫ് മൈക്രോ ഡ്രിപ്പ് സെറ്റ് ഈസ്, മൈക്രോ ഡ്രിപ്പ് സെറ്റിലൂടെ മാക്സിമം പോകുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത്. മൈക്രോ ഡ്രിപ്പ് സെറ്റിലൂടെ നമ്മൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 60 drops per ml ആണ്. ഒരു ml-യുടെ ഒരു 60 drops ആണ് നമ്മൾക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് മൈക്രോ ഡ്രിപ്പ് സെറ്റിലൂടെ പറ്റുന്നത്. അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ an intravenous piggyback of Capsule 500 mg in 50 ml of 5% dextrose in water is to be administered over 20 minutes period. The tubing has a drop factor of 15 drops per ml. At what rate per minute should the nurse regulate the infusion? നമ്മൾക്ക് ഇത് സെയിം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ഇൻഫ്യൂഷൻ റേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോസേജ്, ആ ഡോസേജ് ബൈ ദ ടൈം ഇൻറ്റു ദ ഡ്രോപ്പ് ഫാക്ടർ. ഇതിൽ നമ്മൾ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. 500 mg ഓഫ് ഇൻ 50 ml ഓഫ് 5% ഡെക്സ്ട്രോസ് ആണ്. ഇറ്റ് ഇസ് അവൈലബിൾ ഇൻ വാട്ടർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് നമുക്ക് 20 minutes പീരീഡിലാണ് നമ്മൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ഡ്രോപ്പ് ഫാക്ടർ തന്നിട്ടുണ്ട് 15 drops ആണ്. ഡയറക്റ്റ്ലി നമുക്ക് ഫോർമുലയിലേക്ക് ആ ക്വസ്റ്റ്യൻ ആ വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 38 drops per minute ആണ്. 38 drops per minute ആണ് നമ്മൾക്ക് ആ ഒരു ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ an IV infusion infiltrates what is the initial nursing action? ഒരു IV ഇൻഫ്യൂഷൻ ഇൻഫിൽട്രേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ നഴ്സസ് ചെയ്യുന്ന ആക്ഷൻ എന്താണെന്നുള്ളത്. ഓപ്ഷൻസ് നോക്കാം. എലിവേറ്റ് ദ എക്സ്ട്രിമിറ്റി. രണ്ടാമത്തെ ഓപ്ഷൻ ഷുഡ് ബി റിമൂവ്ഡ്. മൂന്നാമത്തെ വരുന്നത് സലൈൻ സോക്ക് ഷുഡ് ബി അപ്ലൈഡ്. ആൻഡ് നാലാമത്തെ ഓപ്ഷൻ വരുന്നത് സ്ലോ ദ റേറ്റ്. ഇതൊന്നുമല്ല, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ടാമത്തെ ഓപ്ഷനാണ്, ഷുഡ് ബി റിമൂവ്ഡ്. ഒരു ഇൻഫിൽട്രേറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ്ലി നമ്മൾ പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ
ആ ഒരു കാനുലേഷൻ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രൈമറി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദ കോസ് ഓഫ് മെക്കാനിക്കൽ ഫ്ലബൈറ്റിസ് ഇസ് എക്സെപ്റ്റ്. ഇതിൽ മെക്കാനിക്കൽ ഫ്ലബൈറ്റിസ് ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത കാരണം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഇസ് ഒരു തിരിഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ദ കോസ് ഓഫ് മെക്കാനിക്കൽ ഫ്ലബൈറ്റിസ് ഇസ് എക്സെപ്റ്റ്. ഇതിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം മെക്കാനിക്കൽ ഫ്ലബൈറ്റിസ് ഉണ്ടാക്കുന്നതാണ്. ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് ലോങ് പീരീഡ് ഓഫ് കാനുലേഷൻ, രണ്ടാമത് വരുന്നത് പുവർലി സെക്യൂർഡ് കത്തീറ്റർ, catheter in flexed area and catheter gauge, and ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ ടൈപ്പ് ഓഫ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഐസോട്ടോണിക് സൊല്യൂഷൻസ് കൊണ്ട് കാരണം മാത്രം ഫ്ലബൈറ്റിസ് വരാറില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഫ്ലബൈറ്റിസ് ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഓപ്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ വരുന്നത് ഐസോട്ടോണിക് സൊല്യൂഷൻസ് യൂസ് കൊണ്ടിട്ട് ഒരിക്കലും ഫ്ലബൈറ്റിസ് വരാനായിട്ട് സാധ്യതയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, if a blood clot is in the IV line, what is the initial nursing action? ഒരു IV ലൈനിൽ നമ്മൾ ബ്ലഡ് ക്ലോട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിഷ്യലായിട്ട് ചെയ്യാൻ പോകുന്ന നഴ്സസ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതാണ്. അതിൽ വരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഡിസ്കണ്ടിന്യൂ ആൻഡ് റീസ്റ്റാർട്ട് ഇൻ അനദർ സൈറ്റ്. നമ്മൾക്ക് ആ കൊടുത്ത സൈറ്റിലാണ് ബ്ലഡ് ക്ലോട്ട് കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്തതിനു ശേഷം വേറൊരു സൈറ്റിലേക്ക് പുതിയൊരു IV പങ്ക്ചർ നടത്താവുന്നതാണ്. സോ ദ ഓപ്ഷൻ ഇസ് ഡിസ്കണ്ടിന്യൂ ആൻഡ് റീസ്റ്റാർട്ട് ഇൻ അനദർ സൈറ്റ്. Moving on to the next one, prominent U wave in ECG indicate. നമുക്ക് prominent ആയിട്ടുള്ള U wave ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അല്ലെങ്കിൽ മിനറൽ ഇംബാലൻസിലാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. The correct answer is hypokalemia. ഹൈപ്പോകലീമിയയിലാണ് നമ്മൾക്ക് പ്രോമിനൻ്റ് ആയിട്ടുള്ള യു വേവ് കാണാൻ പറ്റുന്നത്. ഇതിൽ ഹൈപ്പർ കലീമിയ എടുക്കുകയാണെങ്കിൽ ടോൾ ആയിട്ടുള്ള ടി വേവ്സ് ആയിരിക്കും നമ്മൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. ടോൾ ആയിട്ടുള്ള ടി വേവ്സ് വരുന്നതാണ് ഹൈപ്പർ കലീമിയക്കകത്ത്. ഹൈപ്പോകലീമിയക്കകത്ത് വരുമ്പോൾ പ്രോമിനൻ്റ് ആയിട്ടുള്ള യു വേവ്സും കാണും. അതുപോലെ തന്നെ എസ് ടി ഡിപ്രഷൻ ഉണ്ടാവും. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ടി വേവ്സ് ആയിരിക്കും കൂടുതലായിട്ടും ഹൈപ്പോകലീമിയയ്ക്ക് ഉണ്ടാവുന്നത്. ഇതിൽ ഹൈപ്പോ കാൽസീമിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് ആയിരിക്കും. QR-ഉം അതുപോലെ ST-യും തമ്മിലുള്ള ഇൻ്റർവെൽസ് പ്രൊലോങ്ഡ് ആയിരിക്കും ഹൈപ്പോ കാൽസീമിക്കകത്ത്. അതേസമയത്ത് ഹൈപ്പർ കാൽസീമിക്കകത്ത് പോകുമ്പോഴത്തേക്ക് ഷോർട്ടൻഡ് ആയിട്ടുള്ള ST ഇൻ്റർവെൽസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ അതിൽ നോക്കി വെക്കേണ്ടത്. ഇതിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള യു വേവ്സ് വരുന്നത് ഹൈപ്പോ കലീമിക്കകത്താണ്. പ്രോമിനൻ്റ് ആയിട്ടുള്ള യു വേവ്സും അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ടി വേവ്സും വരുന്നത് ഹൈപ്പോ കലീമിക്കകത്ത് ആണ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, RL should not be administered for. ഏത് പേഷ്യൻസിനാണ് നമ്മൾ RL അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടില്ലാത്തത്? മെയിൻലി വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ റീനൽ ഫെയിലിയർ പേഷ്യൻസിനാണ് നമ്മൾക്ക് RL അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടില്ലാതെ വരുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, which of the following complication of IV therapy is associated with the coolness at the site and pain? നമ്മൾക്ക് സൈറ്റിൽ പെയിനും അതുപോലെ തന്നെ കൂൾനെസ്സും അനുഭവിക്കുന്ന ഡിസീസ് കണ്ടീഷൻ ഏതാണെന്നുള്ളതാണ്, ഏത് കോംപ്ലിക്കേഷനിലാണ് എന്നുള്ളതാണ്. അല്ലെ, ഫസ്റ്റ് വരുന്നത് ഫ്ലബൈറ്റിസ് ആണ്, സെക്കൻഡ് വരുന്നത് ഇൻഫിൽട്രേഷൻ ആണ്, തേർഡ് ഓപ്ഷൻ ഇസ് ഹെമറ്റോമ ആൻഡ് ദ ഫൈനൽ ഓപ്ഷൻ ഇസ് ഇൻഫെക്ഷൻ. ദ ആൻസർ ഇസ് ഇൻഫിൽട്രേഷൻ. ഇൻഫിൽട്രേഷൻ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾക്ക് കൂടുതലായിട്ടും ആ ഒരു ഏരിയയിൽ കൂൾനെസ്സും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിനും ഫീൽ ചെയ്യുന്നത്. Moving on to the next one, which of the following diet is prescribed as initial feeding after complete bowel rest? കംപ്ലീറ്റ് ബബൽ റെസ്റ്റ് പേഷ്യൻറ്റിന് കൊടുത്തതിന് ശേഷം നമ്മൾ ഏതാണ് ഇനിഷ്യലായിട്ട് പേഷ്യൻറ്റിന് കൊടുക്കാൻ പോകുന്ന ആ ഒരു ഡയറ്റ് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ലിക്വിഡ് ഡയറ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഗ്യാസ്ട്രിക് ആയിട്ടൊരു സംഭവത്തിൽ കറക്റ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള മാനർ വേണ്ടെന്ന് കൊണ്ടതാണ് നമ്മൾ ക്ലിയർ ലിക്വിഡ് ഡയറ്റ് ഇതിൽ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, which of the following diet is prescribed for gastric ulcer? ഗ്യാസ്ട്രിക് അൾസർ പോലൊരു അസുഖത്തിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡയറ്റ് ഏതാണെന്നുള്ളതാണ്. ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഫുൾ ലിക്വിഡ് ഡയറ്റ് ഉണ്ട്, സോഫ്റ്റ് ഡയറ്റ് ഉണ്ട്,
ബ്ലാൻഡ് ഡയറ്റ് ഉണ്ട്, ക്ലിയർ ലിക്വിഡ് ഡയറ്റ് ഉണ്ട്. ദ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ, ദാറ്റ് ഇസ് ബ്ലാൻഡ് ഡയറ്റ്. ബ്ലാൻഡ് ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഇറിറ്റൻസ് ഒന്നും ഇല്ലാത്ത ഡയറ്റിനെയാണ് ബ്ലാൻഡ് ഡയറ്റ് എന്ന് പറയുന്നത്. പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ പോലൊരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് കൂടുതൽ സ്പൈസി ആയിട്ട് മസാലാസ് ഉള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചോദിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാൻഡ് ഡയറ്റ് ആണ്. ഗ്യാസ്ട്രിക് അൾസറിന് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡയറ്റാണ് ബ്ലാൻഡ് ഡയറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് നമുക്ക് നോക്കാം. Which of the following diet is prescribed for a patient with dysphagia? Dysphagia ഉള്ളൊരു പേഷ്യൻറ്റിന് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന ഡയറ്റ് ഏതാണെന്നുള്ളതാണ്. ഡിസ്ഫേജിയ എന്ന് പറയുമ്പോഴത്തേക്ക് വിഴുങ്ങാനുള്ള പ്രയാസം, ഡിഫിക്കൽറ്റി ഇൻ സ്വാലോയിങ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ഓപ്ഷൻസും നമ്മൾ നോക്കാനായിട്ട്. അതിൽ ആദ്യത്തെ വരുന്നത് ക്ലിയർ ലിക്വിഡ് ഡയറ്റ് ആണ്. സെക്കൻഡ് വൺ ഇസ് ഫുൾ ലിക്വിഡ് ഡയറ്റ് and the third one is soft diet and the next one is high residue diet. ഇതിൽ നമ്മൾ ലിക്വിഡ് ഡയറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്ഫേജിയ ആണ്, ഡിഫിക്കൽറ്റി ടു സ്വാലോ ആണ്. ആ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് കൂടുതൽ ഫ്ലൂയിഡ് കണ്ടന്റ് ഉള്ളതാണെങ്കിൽ ആസ്പിറേഷൻ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ നമ്മൾ ലിക്വിഡ് ഡയറ്റ്സിനെ നമ്മൾ ഓപ്ഷനിൽ എടുക്കുന്നില്ല. അവർക്ക് ഈസി ആയിട്ട് വിഴുങ്ങാൻ പറ്റുന്ന ഒരു ഡയറ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് വി വിൽ ഓപ്റ്റ് ഫോർ ദി സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡയറ്റ് ഫോർ ഡിസ്ഫേജിയ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ഈസ് പ്രിസ്ക്രൈബ് ഫോർ ഓൾ എക്സെപ്റ്റ്. നമ്മൾ പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ഇതിൽ ആർക്കൊഴികെ ബാക്കി എല്ലാവർക്കും പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ് ഡയറ്റ് കൊടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ഈസ് പ്രിസ്ക്രൈബ് ഫോർ ഓൾ എക്സെപ്റ്റ്. ഇതിൽ ആർക്കൊഴികെയാണ് നമ്മൾ പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ് ഡയറ്റ് കൊടുക്കുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം എന്നുള്ള ആ ഒരു ഡിസീസ് അറിയാവുന്നുണ്ടെങ്കിൽ ഇതിന് ആൻസർ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. നെഫ്രോട്ടിക് സിൻഡ്രത്തിനകത്ത് കൂടുതലും പ്രോട്ടീൻ ആൽബുമിൻസിൻ്റെ ഒരു ഡിസ്റെഗുലാരിറ്റി കൊണ്ടിട്ട് വരുന്നൊരു അസുഖമാണ്. സോ ദ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെഫ്രോട്ടിക് സിൻഡ്രോം ഒഴികെ ബാക്കി എല്ലാത്തിലും നമുക്ക് പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യോഗേർട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ഡയറ്റ്? യോഗേർട്ട് നമുക്ക് പുളിപ്പില്ലാത്ത തൈര്, നമ്മൾ ഏത് തരത്തിലുള്ള ഡയറ്റാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഇറ്റ് ഈസ് എ ഫുൾ ലിക്വിഡ് ഡയറ്റ്. ഫുൾ ലിക്വിഡ് ഡയറ്റ് ആണ് യോഗേർട്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. TNA means total nutrient admixture contains which of the following? ഇതിൽ ഏതാണ് ഈ TNA ടോട്ടൽ ന്യൂട്രിയൻ അഡ്മിക്സ്ചറിനകത്തുള്ള കണ്ടന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡെക്സ്ട്രോസ്, അമൈനോ ആസിഡ് ആൻഡ് ലിപ്പിഡ്. സെക്കൻഡ് വൺ ഈസ് വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ലിപ്പിഡ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് RL, NS ആൻഡ് ലിപ്പിഡ്. And the fourth option is vitamins, minerals and amino acids. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, ഡെക്സ്ട്രോസ്, അമിനോ ആസിഡ് ആൻഡ് ലിപ്പിഡ്. ഇത് നമ്മൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദ ടേം ആസ് ദാൽ. സോ ദാൽ ഈസ് പ്രസൻറ്റ് ഇൻ TNA. അപ്പോൾ നമുക്ക് എന്താണ് TNAക്കകത്തുള്ളത്? ഇറ്റ് ഇസ് ഡെക്സ്ട്രോസ്, അമിനോ ആസിഡ് ആൻഡ് ലിപ്പിഡ് ഈസ് ദ കമ്പോണൻസ് ഓഫ് TNA. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾക്ക് വരുന്നത് വിച്ച് പൊസിഷൻ ഈസ് റെക്കമെൻഡഡ് ഫോർ പേഷ്യൻറ്റ് ഹൂ ഈസ് റിസീവിങ് TPN? ടോട്ടൽ പേരൻ്റൽ ന്യൂട്രീഷൻ റിസീവ് ചെയ്യുന്ന പേഷ്യൻസിന് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ പ്ലേസ് ചെയ്യുന്ന പൊസിഷൻ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് ആർ സെമി ഫൗളേഴ്സ്, സുപ്പൈൻ വിത്ത് നീസ് ഫ്ലെക്സ്, Trendelenburg and left lateral, and the answer is Trendelenburg position. Trendelenburg position ആണ് നമ്മൾ TPN എടുക്കുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പൊസിഷൻ. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. The TPN insertion site is changed at എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര ദിവസം കൂടിയിരുന്നാണ് നമ്മൾ TPNൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതെന്നാണ്. TPN ഇൻസേർഷൻ സൈറ്റ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻസ് വരുന്നത് 2 to 3 weeks, 4 to 6 weeks, 3 to 5 weeks and 8 weeks. The correct answer is option B, that is 4 to 6 weeks. 4 to 6 weeks ആണ്
നമ്മൾ ഒരു TPN ഇൻസേർഷൻ സൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കൊളസ്ട്രം ഹാസ് എ ഹയസ്റ്റ് ഡാഷ് % ഓഫ് വാട്ട്? കൊളസ്ട്രത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. ഹൈലി പ്രോട്ടീനീഷ്യസ് ആണ് കൊളസ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൊളസ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക്. ബ്രസ്റ്റ് മിൽക്കിലായിട്ട് ആദ്യമായിട്ട് വരുന്ന ആ ഒരു മിൽക്കിനെയാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ. ഹൈലി തിക്കായിരിക്കും, പെയിൽ യെല്ലോ ഇൻ കളറായിരിക്കും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ORS contain the following except. ORSൽ ഇല്ലാത്തത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻസ് വരുന്നത് സോഡിയം ക്ലോറൈഡ് വരുന്നുണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് വരുന്നുണ്ട്, കാൽഷ്യം കാർബണേറ്റ് വരുന്നുണ്ട്, സോഡിയം സിട്രേറ്റ് വരുന്നുണ്ട്. നോർമലി ഇലക്ട്രോലൈറ്റ്സിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഇവിടെയും സോഡിയം ഉണ്ട്, കാൽഷ്യവും കാർബണേറ്റുമാണ് നമ്മൾക്ക് വേണ്ടാത്തൊരു സംഭവം. സോ ദാറ്റ് വൺ ഈസ് ദ ഓപ്ഷൻ. കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മൾക്ക് ORSൽ ഇല്ലാത്ത കണ്ടന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഡ്യൂറിങ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എ പ്രൈമറി ഗ്രാവിഡ മദർ ഷുഡ് ടേക്ക്. നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൻ്റെ സമയത്ത് ഒരു പ്രൈമറി ഗ്രാവിഡ മദർ എന്ത് തരത്തിലുള്ള ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ലിക്വിഡ് ഡയറ്റ് ഉണ്ട്, സെക്കൻഡ് വൺ ഇസ് NPO നിൽപ്പർ ഓറലാവാം, തേർഡ് വൺ ഇസ് സോളിഡ് ഡയറ്റ് ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഇസ് സെമി സോളിഡ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരുപാട് ലേബർ പെയിനിലൂടെ പോകുന്നൊരു ഘട്ടമായതുകൊണ്ട്, ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് സ്ട്രെയിൻസ് ഒക്കെ ഉള്ളൊരു ഘട്ടമായതുകൊണ്ട് ഈ ടൈമിൽ അമ്മ ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള ഡയറ്റാണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. The percentage of water in the average adult human body is. It's a common science question. നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ കംപ്രൈസ് ചെയ്തിരിക്കുന്ന വാട്ടറിൻ്റെ എമൗണ്ട് എത്രയാണെന്നാണ്. ഓപ്ഷൻസ് വരുന്നത് 60%, 90%, 100% ആൻഡ് 75%. The correct answer is 60%. ഒരു ഹ്യൂമൻ ബോഡി കംപ്രൈസ് ചെയ്തിരിക്കുന്നത് 60% ഓഫ് വാട്ടർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾക്ക് വരുന്നത് the TPN is used when patient is. ഏത് പേഷ്യൻസിനാണ് നമ്മൾ ടോട്ടൽ പേരൻ്റൽ ന്യൂട്രീഷൻ നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് NPO നിൽപ്പർ ഓറൽ, സെക്കൻഡ് വൺ ഇസ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്, തേർഡ് വൺ ഇസ് അബ്ഡോമിനൽ സർജറി ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് എക്സ്പീരിയൻസിങ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസ്ഫങ്ഷൻ. Exactly, the answer coming is experiencing gastrointestinal dysfunction. Gastrointestinal dysfunctions ഉള്ള പേഷ്യൻസിനാണ് മെയിനായിട്ട് നമ്മൾ TPN ഫോളോ ചെയ്യുന്നത്, ടോട്ടൽ പേരൻ്റൽ ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ദ മിനറൽ നെസസറി ഫോർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ഏത് മിനറലാണ് ബ്ലഡ് കൊയാഗുലേഷൻ അല്ലെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ആൻസേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് അയൺ, B സോഡിയം, C പൊട്ടാസ്യം ആൻഡ് D ഈസ് കാൽസ്യം. ദ കറക്റ്റ് ആൻസർ ഇസ് കാൽസ്യം. കാൽസ്യം ആണ് ബ്ലഡ് കൊയാഗുലേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മിനറൽ. നെക്സ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, which one of the following food can increase the risk of cancer? ക്യാൻസർ ഇൻക്രീസ് ചെയ്യാനായിട്ട്, ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതയുള്ള ഫുഡ് ഏതാണെന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് ഹൈ ഫാറ്റ് ഫുഡാണ്, രണ്ടാമത് വരുന്നത് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഫുഡാണ്, തേർഡ് ഓപ്ഷൻ വരുന്നത് ലോ പ്രോട്ടീൻ ആണ് ആൻഡ് ഫൈനൽ ഓപ്ഷൻ ഇസ് ഹൈ പ്രോട്ടീൻ. ഇതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഹൈ ഫാറ്റ് ഫുഡാണ് മെയിനായിട്ട് നമ്മൾക്ക് ക്യാൻസറിൻ്റെ ചാൻസ് ഓഫ് ഗെറ്റിംഗ് റിസ്ക് വരാനുള്ള സാധ്യതയുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കുള്ളത് ആൻഡ് അയഡിൻ ഡെഫിഷ്യൻസി ഡിസീസസ്. ഇതിൽ നിന്ന് ഏതാണ് അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഡിസീസ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് തൈറോയിഡ് സ്റ്റോമാണ്, നെക്സ്റ്റ് വരുന്നത് തൈറോടോക്സിക്കോസിസ് ആണ്, അടുത്ത ഓപ്ഷൻ വരുന്നത് ഗോയിറ്റർ ആൻഡ് ദ ഫൈനൽ വൺ ഇസ് ടെറ്റനി. ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിറ്റർ ആണ്. ഗോയിറ്റർ ആണ് അയഡിൻ ഡെഫിഷ്യൻസി കാരണമായിട്ട് നമ്മൾക്ക് വരുന്നൊരു അസുഖം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. While assessing a patient with
ഹിസ്റ്ററി ഓഫ് അലർജി വിച്ച് ഫുഡ് ഐറ്റം ഷുഡ് ബി ക്വസ്റ്റ്യൻഡ്. നമ്മൾക്കൊരു പേഷ്യൻറ്റിന് ഫുഡ് അലർജി ഉണ്ടെന്ന് പറയുന്നു. ഏത് പെർട്ടിക്കുലർ ഫുഡിനാണ് അലർജി ഉള്ളതെന്നാണ് നമ്മൾക്ക് ചോദിക്കേണ്ടത്. അതിൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് എ മിൽക്ക്, ബി യോഗേർട്ട്, സി ബനാന ആൻഡ് ഡി എഗ്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഗ്ഗിൻ്റെ കാര്യമാണ്. എഗ്ഗിന് അലർജി ഉണ്ടോ എന്നുള്ളതാണ് ഫുഡ് അലർജീസ് മെൻഷൻ ചെയ്യുമ്പോൾ പ്രൈമറി ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. പേഷ്യൻറ്റ് വിത്ത് റണ്ണിങ് ഹൈ ടെമ്പറേച്ചർ ഷുഡ് ബി ഗിവൺ. ഒരുപാട് ഹൈ ടെമ്പറേച്ചർ, പൈറക്സിയ അല്ലെങ്കിൽ ഹൈപ്പർ പൈറക്സിയ പോലുള്ള കണ്ടീഷൻസുമായിട്ട് വരുന്നൊരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് നമ്മൾക്ക് പ്രൈമറി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിൽ ഓപ്ഷൻസ് വരുന്നത് പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് ബി നോർമൽ ഫ്ലൂയിഡ്സ്, സി യു ക്യാൻ റെസ്ട്രിക്ട് ദ ഫ്ലൂയിഡ്സ് and D regular diet. The option 1 is the correct answer that you can go for plenty of fluids. ഒരുപാട് ഫ്ലൂയിഡ്സ്, ധാരാളമായി വെള്ളം കുടിക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റി ഓഫ് ബോളസ് ഫീഡിങ് ഈസ്. ബോളസ് ഫീഡിങ് എത്രയാണ് നമ്മൾക്ക് ഒരു ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അറ്റ് എ ടൈം ബോളസ് ഫീഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? Options are 480 ml of formula within 30 to 60 minutes. 30 to 60 minutesനുള്ള 480 ml of formula കൊടുക്കുന്നതാണ്. സെക്കൻഡ് വരുന്നത് 3000 ml and the third option is 1000 ml and the fourth option is 1500 ml. The correct answer is the first one, option A, 480 ml of formula within a 30 to 60 minutes. 30 to 60 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് 480 ml ഓഫ് ഫോർമുല കൊടുക്കാൻ പറ്റുന്നതാണ് ബോളസ് ഫീഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദ ഗ്യാസ്ട്രിക് റെസിഡ്യൂവൽ വോളിയം മോർ ദാൻ 200 ml ഇൻഡിക്കേറ്റ്സ്. നമ്മൾ ഗ്യാസ്ട്രിക് റെസിഡ്യൂവൽ വോളിയം 200 ml കൂടുതലാവുകയാണെങ്കിൽ എന്താണ് അത് കാണിക്കുന്നത് എന്നാണ്, എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ്. ഓപ്ഷൻസ് നോക്കാം. ഹൈപ്പർവോളീമിയ, ചേഞ്ച് ഓഫ് ആസ്പിറേഷൻ, ascites and infection. The correct answer is change of aspiration. ആസ്പിറേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് കൂടുതലായിട്ടും ഗ്യാസ്ട്രിക് റെസിഡ്യൂവൽ വോളിയം മോർ ദാൻ 200 ml എന്നുള്ളത് കാണിക്കുന്നത്. അടുത്ത വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഗ്യാസ്ട്രോസ്റ്റമി സൂൺ ആഫ്റ്റർ സർജറി how much amount of fluid is given. Soon after gastrostomy surgery ഒരു പേഷ്യൻറ്റിന് നമ്മൾക്ക് എത്ര ഫ്ലൂയിഡ് കൊടുക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ 30 to 60 ml, 100 ml, 180 to 240 ml and 250 ml. The correct answer is 30 to 60 ml. 30 to 60 ml ആണ് നമുക്ക് ഫ്ലൂയിഡ് ഗ്യാസ്ട്രോസ്റ്റമി സർജറി കഴിഞ്ഞിട്ട് സൂൺ ആഫ്റ്റർ ആയിട്ട് നമ്മൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, വൈൽ ഗിവിംഗ് ഗ്യാസ്ട്രോസ്റ്റമി ഫീഡിംഗ് ദ പൊസിഷൻ ഓഫ് ദ സിറിഞ്ച് ടു ദ അബ്ഡോമിനൽ വാൾ ഇസ്. ഗ്യാസ്ട്രോസ്റ്റമി ഫീഡിംഗ് കൊടുക്കുമ്പോൾ സിറിഞ്ചിൻ്റെ പൊസിഷൻ ഏത് ടൈപ്പ് ആയിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻസ് നോക്കാം. പാരലൽ, പെർപെൻഡിക്കുലർ, ഹൊറിസോണ്ടൽ, none of the above. Exactly, the syringe position should be in perpendicular to the abdominal wall. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പെർപെൻഡിക്കുലർ രീതിയിലായിരിക്കണം നമ്മൾക്ക് ഗ്യാസ്ട്രിക് ഫീഡിംഗ് നടത്തുമ്പോൾ സിറിഞ്ചിൻ്റെ പൊസിഷൻ ചെയ്യേണ്ടത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, which salt is used as an antiseptic agent. Antiseptic agent ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് സോൾട്ട് ആണ് എന്നുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഫെറോമസ് സൾഫേറ്റ്, ഓപ്ഷൻ ബി ഈസ് പൊട്ടാസ്യം ക്ലോറൈഡ്, ഓപ്ഷൻ സി ഈസ് സോഡിയം ക്ലോറൈഡ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് സിൽവർ നൈട്രേറ്റ്. ഓപ്ഷൻ ഡി, സിൽവർ നൈട്രേറ്റ് വിൽ ബി ദി കറക്റ്റ് ആൻസർ. നമുക്ക് യൂസ് ചെയ്യുന്ന ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ നൈട്രേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത്, വിച്ച് വൺ ഓഫ് ദ മെയിൻറ്റെയിൻസ് ദ ഓങ്കോട്ടിക് പ്രഷർ. ഇതിൽ ഏതാണ് ഓങ്കോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളത്. ഇതിൽ ഓങ്കോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വരുന്നത് ഗ്ലോബുലിനുണ്ട്, വാട്ടർ, ആൽബുമിൻ ആൻഡ് സോഡിയം. ഇതിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയമാണ് ഓങ്കോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ആ ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അടുത്ത വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ദ ലെങ്ത് ഓഫ് ET ട്യൂബ് ഇസ്. ET ട്യൂബിൻ്റെ ലെങ്ത്. ET ട്യൂബ് മീൻസ് എൻഡോട്രക്കിയൽ ട്യൂബ്. എൻഡോട്രക്കിയലിൻ്റെ ട്യൂബിൻ്റെ നോർമൽ ലെങ്ത് എത്രയാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് ആർ 10 cm, 23 cm, 15 cm and 12 cm. The correct answer is 23 cm. ET ട്യൂബിൻ്റെ നോർമൽ ലെങ്ത് 23 cm ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ ദ ET ട്യൂബ് ദ കഫ് പ്രഷർ ഈസ്. നോർമൽ ET ട്യൂബിൻ്റെ കഫ് പ്രഷർ എത്രയാണെന്നുള്ളത്. നോർമൽ ET ട്യൂബിൻ്റെ കഫ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ എത്രയാണ് ET ട്യൂബിൻ്റെ ലെങ്ത് എന്ന് നോക്കിയായിരുന്നു. 23 cm നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ 23 ആയിട്ട് റിലേറ്റ് ചെയ്ത വാല്യൂ തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. സോ ദ ഓപ്ഷൻ 1 15 to 20 cm. 50 to 20 cm 20 mm of Hg ആണ് നോർമൽ ET ട്യൂബിൻ്റെ കഫ് പ്രഷറായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഓരോ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്ഷനിങ് ഷുഡ് നോട്ട് ബി എക്സീഡഡ് മോർ ദാൻ. നമ്മൾക്ക് എത്ര നേരമാണ് നോർമലി സക്ഷൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓപ്ഷൻ ശ്രദ്ധിച്ച് നോക്കാം. 18 സെക്കൻഡ്, 8 സെക്കൻഡ്, 20 സെക്കൻഡ്, 10 to 15 സെക്കൻഡ്. ദ കറക്റ്റ് ആൻസർ ഇസ് 10 to 15 സെക്കൻഡ്. നമ്മൾ ഒരു സക്ഷൻ ചെയ്യുമ്പോൾ 10 to 15 സെക്കൻഡ്സിനെക്കാട്ടിൽ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. അടുത്ത വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് ഇൻ്റർമിറ്റൻറ്റ് ടൈഡലിംഗ് ഇൻഡിക്കേറ്റ്. ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ടൈഡലിംഗ് എന്തിനെയാണ് കാണിക്കുന്നതെന്നുള്ള. ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് സീൽ അല്ലെങ്കിൽ ചെസ്റ്റ് ട്യൂബ് ബാഗിൽ നമുക്ക് ഡ്രെയിനേജ് ബാഗിൽ ടൈഡലിംഗ് കാണാൻ പറ്റും. ആ ടൈഡലിംഗ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ കിങ്കിങ്, ഇൻഫെക്ഷൻ, the system is functioning properly and occlusion. The correct answer is option C, that is the system is functioning properly. System correct ആയിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് ആ ഒരു ടൈഡൽ എഫക്റ്റ് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. Moving on to the next one. For the easy removal of chest tube, instruct the patient to perform. നമുക്ക് ചെസ്റ്റ് ട്യൂബ് റിമൂവ് ചെയ്യുമ്പോൾ പേഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് കഫിംഗ് ആൻഡ് ജെന്റ്ലി ഹോൾഡ് ദ ട്യൂബ്, സ്നീസിങ്, വാൽസെൽവ മാനർ. ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് വാൽസെൽവ മാനർ. ഹി ഷുഡ് പെർഫോം എ ഡീപ് ബ്രീത്ത്. ഡീപ് ബ്രീതിങ് ചെയ്തുകൊണ്ടിരുന്നാലാണ് ചെസ്റ്റ് ട്യൂബ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. Moving on to the next one. Constant bubbling in the water seal drainage indicate. എന്താണ് വാട്ടർ സീൽ ഡ്രെയിനേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് ബബിൾ ചെയ്യുകയാണെന്നെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ ആദ്യം വരുന്നത് നോർമൽ ഡ്രെയിനേജ് ആണ്, രണ്ടാമത്തത് എയർ ലീക്ക് ആണ്, മൂന്നാമത്തത് ഇൻഫെക്ഷൻ ആണ്, നാലാമത് വരുന്നത് നൺ ഓഫ് ദി എബവ്. കോൺസ്റ്റന്റ് ബബ്ലിംഗ് ആണ്. ബബിൾ മീൻസ് ഇറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു എയർ. സോ വി ക്യാൻ ഗോ ഫോർ ദ ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് എയർ ലീക്സിനെയാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സീലിംഗ് ബാഗിൽ കോൺസ്റ്റന്റ് ആയിട്ട് ബബ്ലിംഗ് വരികയാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എയർ ലീക്കേജ്. അടുത്തതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ at which time the suprapubic catheter is removed. ഏത് ടൈമിലാണ് നമ്മൾക്ക് suprapubic catheter റിമൂവ് ചെയ്യാനായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ ആയിട്ട് വരുന്നത്. അതിൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, റെസിഡ്യുവൽ യൂറിൻ ഇസ് ലെസ് ദാൻ 100 ml on decreasing the pain, or the residual urine is greater than 100 ml and none of the above. ഇതിൽ നമുക്ക് ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് റെസിഡ്യുവൽ യൂറിൻ എപ്പോഴാണ് 100 ml കുറവായിട്ട് വരുന്നത് ആ ടൈമിലാണ് നമുക്ക് ആ ഒരു സുപ്രാപ്യൂബിക് കാത്തീറ്റർ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. മൂവിങ് ഓൺ ടു ദ അതർ വൺ. പോസ്റ്റ് catheterization reducer instability can be managed by. നമ്മൾക്ക് എങ്ങനെയാണ് പോസ്റ്റ് കത്തീട്രൈസേഷൻ ഡീട്രൂസർ ഇൻസ്റ്റെബിലിറ്റിയെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നമ്മൾ കത്തീട്രൈസേഷൻ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ എങ്ങനെ മാനേജ് ചെയ്യാം. എ ആയിട്ട് വരുന്നത് ഫ്രീക്വൻറ്റ് എംറ്റിയിങ്, ബി ആയിട്ട് വരുന്നത് കീഗൽസ് എക്സർസൈസ്, ആൻഡ് ദ ഓപ്ഷൻ സി ഈസ് ഡീപ് ബ്രീതിങ് ആൻഡ് കഫിംഗ് എക്സർസൈസ്, ആൻഡ് ഓപ്ഷൻ ഡി ഈസ് നൺ ഓഫ് ദി എബവ്. The correct answer is you can perform the Kegels exercise. Kegels exercise കേൾക്കുമ്പോൾ നമ്മൾക്ക് ആൻറ്റി പാർട്ടവായിട്ട് അല്ലെങ്കിൽ ആൻറ്റി നേറ്റൽ എക്സസൈസിൽ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള എക്സസൈസ് ആണ് Kegels exercise. സോ
പോസ്റ്റ് കത്തീഡ്രൈസേഷൻ ഡീട്രൂസർ ഇൻസ്റ്റബിലിറ്റിയെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീഗൽസ് എക്സസൈസ് പെർഫോം ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് എൻ ജി ട്യൂബ് നേസോ ഗ്യാസ്ട്രിക് ട്യൂബിൻ്റെ നോർമൽ ലെങ്ത് എത്രയാണെന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻസ് വരുന്നത് 50 സെൻറ്റിമീറ്റർ, 100 ഇഞ്ച്, 60 ഇഞ്ച് ആൻഡ് 12 ഇഞ്ച്. ദ കറക്റ്റ് ആൻസർ ഇസ് 50 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫോർ ദ കൺഫർമേഷൻ ഓഫ് ദ ട്യൂബ് പ്ലേസ്മെന്റ്, ദാറ്റ് ഇസ് ദ എൻ ജി ട്യൂബിൻ്റെ കറക്റ്റ് കൺഫർമേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിഷ്യലി ചെയ്ത് നോക്കാൻ പറ്റുന്നത് എന്താണെന്നുള്ളത്. ഓപ്ഷൻസ് ആർ ദ pH മെഷർമെൻറ്റ്, ഓസ്കൾട്ടേഷൻ, വിഷ്വൽ അസസ്മെൻറ്റ് ഓഫ് ദ ആസ്പിറേറ്റ് ആൻഡ് ടേക്കിംഗ് എക്സ്റേ. ദ കറക്റ്റ് ആൻസർ ഇസ് ടേക്കിംഗ് എക്സ്റേ. കറക്റ്റായിട്ടുള്ള പൊസിഷനിലാണോ എൻ ജി ട്യൂബ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അബ്ഡോമിനൽ എക്സ്റേ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇനിഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. Moving on to the next question. For the maintenance of NG tube patency, the tube should be irrigated every. നമ്മൾ എൻ ജി ട്യൂബിൻ്റെ പേറ്റൻസി ഷുവർ ആക്കാൻ വേണ്ടിയിട്ട് അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എത്ര ടൈം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് നമ്മൾക്ക് അതിന് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ഓപ്ഷൻ എ ഈസ് 3 hours, ഓപ്ഷൻ ബി ഈസ് 12 hours, ഓപ്ഷൻ സി ഈസ് 10 hours ആൻഡ് ഓപ്ഷൻ ഡി ഈസ് 4 to 6 hours. എക്സാക്ട്ലി 4 to 6 hours ഫ്രീക്വൻസിയിലാണ് നമ്മൾക്ക് എൻ ജി ട്യൂബ് ഇറിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് if aspiration occurs after NG tube feeding, which position is given to the patient? പേഷ്യൻറ്റിന് എൻ ജി ട്യൂബ് ഫീഡിങ് കൊടുത്തതിന് ശേഷം ആസ്പിറേഷൻ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഏത് പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ എ ആയിട്ട് വരുന്നത് റൈറ്റ് സൈഡ് വിത്ത് ഹെഡ് ഓഫ് ദ ബെഡ് ഡൗൺ ആൻഡ് സെക്കൻഡ് വൺ ഇസ് സുപ്പൈൻ പൊസിഷൻ, third one is left side and the other one is knee chest. The correct answer is option A, that is the right side with head of the bed down. Head of the bed should be down towards the right side ആയിട്ടാണ് നമ്മൾ പൊസിഷൻ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ while giving NG tube feeding which position is given? നമ്മൾക്ക് എൻ ജി ട്യൂബ് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ ജി ട്യൂബ് ഫീഡിങ്ങിൻ്റെ സമയത്ത് ആസ്പിറേഷൻ നടക്കുകയാണെങ്കിലുള്ള പൊസിഷനായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുന്ന എൻ ജി ട്യൂബ് ഫീഡ് ചെയ്യുമ്പോൾ ഏത് പൊസിഷനിലേക്കാണ് നമുക്ക് പേഷ്യൻറ്റിനെ കൊടുക്കാൻ പറ്റുന്നതെന്നുണ്ട്. ദ ഓപ്ഷൻസ് ആർ ലെഫ്റ്റ് ലാറ്ററൽ, സുപ്പൈൻ, സൈഡ് ലൈങ് ആൻഡ് സെമി ഫൗളേഴ്സ്. ദ കറക്റ്റ് ആൻസർ ഇസ് സെമി ഫൗളേഴ്സ് പൊസിഷനിലാണ് വെച്ചിട്ട് നമ്മൾ പേഷ്യൻറ്റിന് എൻ ജി ട്യൂബ് ഫീഡിങ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊസിഷൻ ക്യാൻ ബി ഗിവൺ ഫോർ ആർ ടി ഇൻസേർഷൻ. ആർ ടി ഇൻസേർഷൻ മീൻസ് റൈൽസ് ട്യൂബ് ഇൻസേർഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന പൊസിഷൻ ഏതാണെന്നുള്ളതാണ്. അതിൽ വരുന്നത് എ ലെഫ്റ്റ് ലാറ്ററൽ, ബി ഈസ് സുപ്പൈൻ ആൻഡ് സി ഈസ് ഹൈ ഫൗളേഴ്സ് ആൻഡ് നൺ. വി വിൽ ഗോ ഫോർ ദി തേർഡ് ഓപ്ഷൻ, ദാറ്റ് ഈസ് ഹൈ ഫൗളേഴ്സ് പൊസിഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൈൽസ് ട്യൂബ് ഇൻസേർഷൻ നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റിമൂവൽ ഓഫ് ഹെയർ ഫ്രം ദ പ്രീ പ്ലാൻഡ് സർജിക്കൽ സൈറ്റ്. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സർജിക്കൽ സൈറ്റിൽ നിന്ന് നമ്മൾ എന്തിനാണ് ഹെയർസ് റിമൂവ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഈസ് ടു മേക്ക് എ ക്ലിയർ ഇൻസിഷൻ, ഓപ്ഷൻ ബി ഈസ് ടു പ്രിവെൻറ്റ് ദ ഇൻഫെക്ഷൻ, ഓപ്ഷൻ സി ഇൻ ഓർഡർ ടു ലൊക്കേറ്റ് അനാറ്റമിക് പൊസിഷൻ ഓഫ് ഓർഗൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ടു മേക്ക് ആൻ ഈസി വിസിബിലിറ്റി. ഇതിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനാണ്, ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് വി വിൽ ഗോ ഫോർ ദി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പേഷ്യൻ്റ് ഈസ് പോസ്റ്റഡ് ഫോർ മൈനർ സർജറി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി ഗിവൺ ഫോർ ദ പേഷ്യൻറ്റ്. ഒരു പേഷ്യൻറ്റിനെ മൈനർ സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പേഷ്യൻറ്റിന് നമ്മൾക്ക് ഇനിഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്യാൻ ഹാവ് ഫുഡ് റൊട്ടീൻലി ആൻഡ് ഓപ്ഷൻ ബി ഈസ് NPO for 8 hours and next one is NPO for 3 hours and the final one is patient can have clear fluids.
Minor surgeries ആവുമ്പോഴത്തേക്ക് നമ്മൾക്ക് NPO can be maintained for 3 hours. That is option C is the correct answer. That is അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തതിന് ശേഷം ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തതിന് ശേഷം 3 hours അവർക്ക് NPO ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ they can attend the minor surgery. For major surgeries ആവുമ്പോഴത്തേക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൊസീജിയേഴ്സ് 8 to 12 hours അപ്രോക്സിമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് ബട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൊസീജിയർ ദേ ഹാവ് ടു ബി അറ്റ് NPO. സോ ഈ ക്വസ്റ്റ്യൻ്റെ മൈനർ സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ NPO പ്രിഫർ ചെയ്യുന്നത് 3 hours ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ഓൺ ദ ഡേ ഓഫ് മേജർ സർജറി. മേജർ സർജറീസിൻ്റെ ഡേയ്സിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഡ്രഗ്സ് ആണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റാനിറ്റിഡിൻ, ഓപ്ഷൻ ബി ഇസ് ഡയസെപ്പാം, ഓപ്ഷൻ സി ഇസ് പെരിനോം ആൻഡ് ഓപ്ഷൻ ഡി ഇസ് മെറ്റ്ഫോമിൻ. The correct answer is metformin. Metformin പോലുള്ള ഡ്രഗ്സ് ആണ് നമ്മൾ മേജർ സർജറീസിൻ്റെ ഡേയ്സിൽ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കേഷൻ ക്യാൻ ബി ഗിവൺ ആസ് ഓൺ കോൾ മെഡിക്കേഷൻ. ഓൺ കോൾ മെഡിക്കേഷൻ ആയിട്ട് നമ്മൾക്ക് ഈ പറയുന്ന ലിസ്റ്റിൽ ഏത് മെഡിസിൻസ് കൊടുക്കാം എന്നുള്ളതാണ്. അതിൽ എ ആയിട്ട് വരുന്നത് ആൻറ്റിബയോട്ടിക്സ്, ബി ആയിട്ട് വരുന്നത് ഗ്ലൈക്കോപെരിയോളേറ്റ്, C is midazolam and D is both A and B. The correct answer is the option D, both A and B. Why എന്ന് വെച്ച് കഴിഞ്ഞാൽ antibiotics in order to prevent the primary infections and ഗ്ലൈക്കോപെരിയോളേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് സെക്രീഷൻസിൻ്റെ പ്രൊഡക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ കോൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 മെഡിസിൻസ് ഇതാണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. റിയാക്ഷണറി ഹെമറേജ് മീൻസ് എന്താണ് റിയാക്ഷണറി ഹെമറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓപ്ഷൻസ് നോക്കാം. ഹെമറേജ് അറ്റ് ദ ടൈം ഓഫ് സർജറി, ഓപ്ഷൻ ബി ഈസ് ഹെമറേജ് വിത്തിൻ 24 hours ആഫ്റ്റർ സർജറി ആൻഡ് ഓപ്ഷൻ സി ഹെമറേജ് വിത്തിൻ 7 days ആഫ്റ്റർ സർജറി and the final option is hemorrhage within 14 days after surgery. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് റിയാക്ഷണറി ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓപ്ഷൻ ഡി, ഹെമറേജ് വിത്തിൻ 14 days ആഫ്റ്റർ സർജറി. 14 days കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞ് 14 days കഴിഞ്ഞിട്ടൊരു ഹെമറേജ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിയാക്ഷണറി ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ വിത്തിൻ ദ ടൈം ഓഫ് സർജറിയിൽ തന്നെ പേഷ്യൻറ്റിനൊരു ഹെമറേജ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി ഹെമറേജ്. പ്രൈമറി ഹെമറേജ് എന്നാണ്. ഇതിൽ റിയാക്ഷണറി ഹെമറേജിൻ്റെ 14 days ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. Moving on to the next question. Post-operative patient shows vitals as pulse rate is 110 beats per minute, BP is 136/80 mm of HD and respiratory rate is 24 breath per minute. What should be done at first? നമ്മൾക്ക് ഇത്രയുമാണ് വൈറ്റൽസ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾക്ക് എന്താണ് പ്രൈമറി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഇൻക്രീസ് ദ റേറ്റ് ഓഫ് IV fluids, inform the surgeon, administer routine pain medication and option D is document the findings. ഇവിടെ നമുക്ക് പൾസ് റേറ്റും കൂടുതലാണ്, നമുക്ക് BP-യും കൂടുതലാണ്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി റേറ്റും കൂടുതലാണ്. ഇറ്റ് മൈറ്റ് ബി ബിക്കോസ് ഓഫ് ദ ചാൻസ് ഓഫ് പെയിൻ. So we will go for the option C, that is the administer routine pain medication. പെയിൻ കൂടുമ്പോഴാണ് ഇത്രയും വൈറ്റൽസ് TPR-ഉം കൂടിയിരിക്കുന്നത്. സോ നമ്മൾക്ക് പെയിൻ മെഡിസിൻസ് റൊട്ടീൻ ആയിട്ടുള്ളത് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷനായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾക്ക് വന്നിരിക്കുന്നത് temperature of immediate post-operative patient is recorded as 100.2 degree Fahrenheit. What should be done first? ഒരു പേഷ്യൻറ്റിന് 100.2 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് പ്രൈമറി ആയിട്ട് വരുന്ന ടെമ്പറേച്ചർ. ആ ടൈമിൽ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ഇൻഫോം ദ സർജൻ, സെക്കൻഡ് ഓപ്ഷൻ ഇസ് ഓഫർ ടെപ്പിഡ് സ്പഞ്ചിങ് and third one is administer 1 dose of paracetamol and you can the final option is document the findings. ഇതിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ദ ഫൈൻഡിങ്സ് ആണ്. ബിക്കോസ് പോസ്റ്റ് സർജറി ആയിട്ട് വരുമ്പോഴത്തേക്ക് സംടൈംസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ വി ക്യാൻ ഡോക്യുമെന്റ് ദ ഫൈൻഡിങ്സ് ആൻഡ് വി ക്യാൻ അഡ്മിനിസ്റ്റർ ദ മെഡിസിൻസ്.
Moving on to the last question. Vitals of the post-operative patient is recorded as BP 90 by 56 mm of Hg and pulse rate is 120 beats per minute. Respiratory rate is 25 breath per minute. What should be done first? ഇത്രയുമാണ് പേഷ്യൻസിൻ്റെ വൈറ്റൽസ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ജസ്റ്റ് ഡോക്യുമെന്റ് ദി ഫൈൻഡിങ്, ഇൻഫോം ദി സർജൻ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡിക്രീസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് IV fluids, and the last one is administer dopamine. And ഇത്രയും വൈറ്റൽ ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള 90/56 ആണ്. പൾസ് റേറ്റ് ഇസ് 120 ആൻഡ് ദ റെസ്പിറേറ്ററി റേറ്റ് ഇസ് 25. ഈ ഒരു കണ്ടീഷൻ ചിലപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഷോക്ക് അല്ലെങ്കിൽ ഹെമറേജിനെ ആയിരിക്കും. സോ ദ ഫസ്റ്റ് പ്രിഫറൻസ് ഇസ് ഗിവൺ ഫോർ ഇൻഫോമിംഗ് ദി സർജൻ അബൌട്ട് ദി കണ്ടീഷൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് അതിൽ വന്നിരിക്കുന്ന ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, during shifting of the patient from intermediate care unit to postoperative ICU, the patient complains of severe pain. What should be done first? നമ്മളൊരു പേഷ്യൻറ്റിനെ നമ്മൾ ഇൻട്രാ ഓപ്പറേറ്റീവ് നിന്ന് പോസ്റ്റ് ഓപ്പറേറ്റീവിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ഇസ് കംപ്ലൈനിങ് ഓഫ് സിവിയർ പെയിൻ. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതിൽ ആദ്യം വരുന്നത് പ്രൊവൈഡ് പെയിൻ മെഡിക്കേഷൻ, രണ്ടാമത് ചെക്ക് വൈറ്റൽസ്, third option is observe the wound site for hemorrhage, and the last option is check the patency of all tubings. ഇതിൽ പെയിൻ സിവിയർ ആയിട്ടുള്ള പെയിൻ വരാനായിട്ടുള്ള സാധ്യത മൈറ്റ് ബി ട്യൂബിങ്സ് കിങ്ക് ചെയ്യുന്നത് കൊണ്ടാവാം. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ട്യൂബിങ്സിൻ്റെ പേറ്റൻസിയാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പല പല ഇയേഴ്സിലായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ഫോളോ ചെയ്യുക, ആ ഒരു ഫോമാറ്റ്സ് ഫോളോ ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.